ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം പിടിമുറുക്കുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ദില്ലിയിൽ താപനില 6.8 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞ താപനില രേഖപ്പെടുത്തി. ജനുവരി 3 വരെ അതിശക്തമായ തണുപ്പിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഉത്തരേന്ത്യയിൽ അതിശൈത്യമാണ് ഉള്ളത്. ഇനിയുള്ള ദിവസങ്ങൾ അത് കഠിനമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? പ്രിയ, രാവിലെ 7 മണിക്ക് സഫർ ഇന്ത്യയുടെ ഡേറ്റ പ്രകാരം ദേശീയ തലസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില 6.1 ഡിഗ്രിയാണ്. അത് നരേല മേഖലയിലാണ് ഉണ്ടായിട്ടുള്ളത്. രാവിലെ 5:30 വരെ ശരാശരി താപനില 6.4 ഡിഗ്രിയാണ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലും ഏറ്റവും കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് ഏറ്റവും അവസാനം അറിയുന്നത്. കൂടുതലും ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ ഡൽഹിയോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇവിടെ ഉണ്ടാവുന്ന മഞ്ഞുവീഴ്ച രാജ്യതലസ്ഥാനത്തെ താപനിലയിലും ഗണ്യമായ കുറവാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഐ എം ഡി പ്രവചനം അനുസരിച്ച് ഡൽഹിയിലെ താപനില വരുന്ന ആഴ്ചയിൽ 5 ഡിഗ്രിക്കും 20 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. ഏറ്റവും കുറഞ്ഞ താപനില 5 ഡിഗ്രിയിലേക്ക് എത്താനും സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അടുത്ത മാസം പകുതിയോടുകൂടി മാത്രമേ ഈ ഒരു പ്രതിഭാസത്തിൽ താപനില കുറയുന്നതിൽ വ്യത്യാസം വരൂ എന്നുള്ളത് പറയുന്നെങ്കിലും ജനുവരി 5-ന് ശേഷവും കൃത്യമായ രീതിയിൽ താപനില താഴേക്ക് പോകുവാൻ തന്നെയാണ് ഇപ്പോഴത്തെ പ്രവചനം അനുസരിച്ച് നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് താപനില കുറയുന്നതനുസരിച്ച് രാജ്യതലസ്ഥാനത്തുടനീളമുള്ള വായുവിന്റെ ഗുണനിലവാരത്തിലും ഇപ്പോൾ വലിയ രീതിയിലുള്ള മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും വായുവിന്റെ ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിലാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും തണുപ്പ് കൂടുതലായതിനാൽ ആളുകൾ തീയിടുകയും രാത്രി ഷെൽട്ടറുകളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു താപനില കുറയുമ്പോഴും ദില്ലിയെ സംബന്ധിച്ചറിയാം, വളരെ സാധാരണക്കാരായ ആളുകൾ തിങ്ങിപ്പോർക്കുന്ന കോളനികൾ, ചേരി പ്രദേശങ്ങളുണ്ട്. അവിടെ പലപ്പോഴും അപര്യാപ്തമായ താമസ സൗകര്യങ്ങളാണ്. കൂടാതെ വഴിയരികിൽ കിടന്നുറങ്ങുന്ന നാടോടികൾ ഉൾപ്പെടെയുള്ളവർ ഡൽഹി തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇവർക്ക് ഉൾപ്പെടെ താൽക്കാലിക ഷെൽട്ടറുകൾ ഇതുവരെയും കാര്യക്ഷമമായി പൂർണ്ണമായ രീതിയിൽ ഒരുക്കിയിട്ടില്ല എന്നുള്ള ഒരു പരാതിയും ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തണുപ്പ് കൂടുന്നതോടുകൂടി ജനജീവിതം ദുസ്സഹമാവുകയും അന്തരീക്ഷ മലിനീകരണ തോത് വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കാര്യമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പഞ്ചാബിലും ഹരിയാനയിലും കൃഷിയിടങ്ങൾ തീയിടുന്നതുമായി ബന്ധപ്പെട്ട് മലിനീകരണം കുറഞ്ഞുവെങ്കിലും ഈ തണുപ്പ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷ മലിനീകരണത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വ്യതിയാനം, അത് വളരെ മോശം ഗുണനിലവാരമുള്ള അന്തരീക്ഷ വായു ഉണ്ടെന്നാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും താപനില കുറയാൻ തന്നെയാണ് സാധ്യത. പ്രിയ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം പിടിമുറുക്കുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ദില്ലിയിൽ താപനില 6.8 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് അരുൺ നൽകിയത്.